ദക്ഷിണ കേരള മഹാ ഇടവകയിൽ കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ പാലേലിൽ CSI ചർച്ചിന്റെ വൈദികനായി ഈ നാളുകളിൽ പ്രവർത്തിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് നന്ദു പോളിന്റെ ജീവിതത്തിലൂടെയാണ് ഇന്നത്തെ വിശുദ്ധിയിലെ താലന്തിന്റെ ഈ അധ്യായം കടന്നുപോകുന്നത്. സംഗീതത്തോടുള്ള ഒരു അഭിരുചി തോന്നാനായിട്ടുള്ള കാര്യം കുഞ്ഞുനാളുകളിലെ സഭയുമായി ബന്ധപ്പെട്ട കൊയർ പ്രോഗ്രാമുകളിലും ചർച്ച് കൊയറിലുമൊക്കെ കുഞ്ഞുനാൾ തൊട്ടേ പാടാനുള്ള ഒരവസരമൊക്കെ ലഭിച്ചിരുന്നു. പക്ഷേ നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ആ സംഗീതത്തിൻ്റെ മാഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അത് കൂടുതലായിട്ട് പഠിക്കണമെന്നും അതിലേക്ക് കൂടുതലായിട്ട് എത്തിച്ചേരണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതിൻ പ്രകാരം അത്തരത്തിലുള്ള അനുഭവത്തിലൂടെ അതിലേക്ക് പലവിധമായ ഘടകങ്ങളിലൂടെ സഞ്ചരിക്കാനും എത്തിപ്പെടാനും സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടുതലായിട്ടൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഈ കമ്പാഷൻ എന്നൊരു പ്രസ്ഥാനം ഉള്ളതുകൊണ്ടാണ്. ഈ കമ്പാഷനിലേക്ക് വരികയും അവിടെ യാതൊരു തുകയും കൂടാതെ നമുക്ക് യാതൊരു ചിലവുകളും കൂടാതെ മുഴുവനായിട്ട് സ്പോൺസർഷിപ്പിലാണ് പഠിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസിൽ അവിടെ പ്രൊമോട്ട് ചെയ്യാറുണ്ടായിരുന്നു. അതിലെല്ലാ ഇൻസ്ട്രുമെൻസും വിടും. ഇപ്പോൾ ഹാർമോണിയം ആയിക്കൊള്ളട്ടെ, കീബോർഡ് ആയിക്കൊള്ളട്ടെ, തബല, ഫ്ലൂട്ട്, ഗിറ്റാർ, കർണാട്ടിക് സംഗീതം, വെസ്റ്റേൺ സംഗീതം, അങ്ങനെ പലവിധത്തിൽ കുഞ്ഞുങ്ങളെ ഏതെങ്കിലുമൊക്കെ താലന്തിൽ വളർത്തിയെടുക്കാനുള്ള ഒരു പ്രധാന ഘടകം അന്ന് മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്പാഷൻ്റെ ഭാഗമായിട്ട് മാറുവാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്കും അത്തരത്തിലുള്ളൊരു ഇൻസ്ട്രുമെൻസ് പരമായ സംഗീതപരമായ കാര്യാതകളിലേക്കൊക്കെ കൂടുതലായിട്ട് അറിയുവാനും എത്തിപ്പെടാനും അത് പഠിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു കർണാട്ടിക് സംഗീതത്തിലേക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ള ഒരു വഴികളും ആ ഒരു മുഖാന്തരവും ആയിത്തീർന്നത്. ഇൻസ്ട്രുമെൻറ്റ്സ് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഹാർമോണിയത്തിലാണ് തുടങ്ങിയത്. ഹാർമോണിയത്തിൽ തന്നെ ഒരു കർണാട്ടിക് ലെവലിലാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഹാർമോണിയം നല്ലൊരു ബേസ് ആയതിന് ശേഷമാണ് അവിടെ തന്നെ കീബോർഡ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. കീബോർഡിലേക്ക് ഒരു വെസ്റ്റേൺ മ്യൂസിക് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വെസ്റ്റേണിലേക്ക് എത്തിയത്. ആദ്യമായിട്ട് കുറച്ച് വർഷം നീണ്ട പരിശ്രമം നടത്തിയത് ഹാർമോണിയത്തിൽ തന്നെയാണ്. അപ്പോൾ അത് ഒരുവിധം നന്നായിട്ട് കോമ്പറ്റീഷനിലൊക്കെ വായിക്കുവാനും സമ്മാനങ്ങളൊക്കെ നേടുവാനും കഴിഞ്ഞതിൻ്റെ പിറകിലാണ് വെസ്റ്റേൺ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് കീബോർഡിലേക്ക് മാറിയത്. പിന്നെ ഒരു പരിധിവരെ ഒരു കാലഘട്ടം വരെ കീബോർഡിലായിരുന്നു കൂടുതൽ പരിശീലനം നടത്തുകയും പഠിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ ധാരാളം ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ പഠിക്കുവാനായിട്ട് ബേസിക്കായിട്ട് പഠിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഒരു ഫോക്കസ് ചെയ്ത് അതിൽ നിലകൊണ്ടത് ഹാർമോണിയത്തിലും കീബോർഡിലും എന്നിവ തന്നെയാണ്. അതുപോലെ തബല, ഫ്ലൂട്ട് എന്നിവയൊക്കെ പഠിക്കാനും ഗിറ്റാർ എന്നിവയൊക്കെ പഠിക്കാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരു ബേസിക്കായിട്ടുള്ള ചില അറിവുകൾ മാത്രമേ ഉള്ളൂ. എങ്കിലും കൂടുതലായിട്ട് അഭിരുചിപ്പെടാനായിട്ട് കഴിഞ്ഞത് കീബോർഡിലും സംഗീതത്തിലുമാണ്. പാട്ടിലൂടെയാണ് ഇതൊക്കെയും അച്ചീവിനായിട്ട് സാധിച്ചത്. ആദ്യമായിട്ട് ഒരു സംഗീത സംവിധാനം ചെയ്തത്, മ്യൂസിക്കും ലിറിക്സൊക്കെ എഴുതി ചെയ്തത് 2021 ഏകദേശം 2012 വർഷത്തിലാണ് ഈ പാട്ട് ഒരു സംഗീത സംവിധാനം അല്ലെങ്കിൽ ഒരു മ്യൂസിക് ചെയ്യണമെന്നുള്ളൊരാഗ്രഹം തോന്നി തുടങ്ങിയത്. പക്ഷേ അത് പല കാരണങ്ങളും കൊണ്ട് അത് വഴിമുട്ടിപ്പോയിരുന്നു. എങ്കിൽ ഒരു പ്രോഗ്രാമിൽ വെച്ച് ഞാനൊരു കൺവെൻഷനിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രോഗ്രാമിൽ വെച്ച് ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹൃദയത്തിൽ ഒരു 2 വരി ഒരു പാട്ട്, ഒരു സംഗീതം, ഒരു വരികൾ ഉടലെടുക്കുകയുണ്ടായി. അപ്പോൾ അത് ഞാൻ അപ്പോൾ തന്നെ
ആരും കാണാതെ തന്നെ ഒരു മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് അതിനെ സൂക്ഷിച്ചു. പിന്നീട് അതിനെ വിപുലമായിട്ടത് സ്റ്റഡി ചെയ്യുകയും അതിനെ ഒരു പാട്ടായിട്ട് ചിട്ടപ്പെടുത്തുകയും സംഗീതം ചെയ്യുകയും അതിന് ലിറിക്സ് എഴുതുകയും അത് ഏകദേശം 8-9 വർഷങ്ങൾക്ക് ശേഷമാണ് 2021 ഒരു മ്യൂസിക് ആൽബം കൂടെയുണ്ട് എന്ന് പറയുന്നൊരു മ്യൂസിക് ആൽബം ചെയ്യാനായിട്ട് ദൈവം ഇടവരുത്തിയത്. 2021 ഈ മ്യൂസിക് ആൽബം ചെയ്യണമെന്നുള്ള വലിയൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അതെത്തരത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മുൻ പരിചയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള കടമ്പകൾ ഒരുപാടുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ കീബോർഡിൽ തന്നെ ഞാനത് മ്യൂസിക് ചെയ്യുകയും ലിറിക്സ് എഴുതുകയും അത് പാടിയിരിക്കുന്നത് എൻ്റെ ഒരു സഹോദരനും ഞാനും ചേർന്നാണ് അത് പാടിയിരിക്കുന്നത്. 2 പോർഷനായിട്ട് തിരിച്ചാണ് സംഗീതം പുറത്തു വന്നിരിക്കുന്നത്. കൂടെയുണ്ട് യേശുനാഥൻ, ചാരയുണ്ട് സ്നേഹനാഥൻ, കൈവിടാതെ താങ്ങിയെന്നും സ്നേഹമാണ് എൻ്റെ താതൻ. കൂടെയുണ്ട് യേശുനാഥൻ, ചാരയുണ്ട് സ്നേഹനാഥൻ, കൈവിടാതെ താങ്ങിയെന്നും സ്നേഹമാണ് എൻ്റെ താതൻ. തേടി വന്നു പാപിയാമെന്നെയും തന്നുവല്ലോ ആ സ്നേഹമെന്നിലും. തേടി വന്നു പാപിയാമെന്നെയും തന്നുവല്ലോ ആ സ്നേഹമെന്നിലും. ആരാധ്യനേ, സർവമുട്ടും മടങ്ങിയിടും, സർവനാമം പാടിടും, യേശുവേ പോലെ ആരുമില്ല. സർവമുട്ടും മടങ്ങിയിടും, സർവനാമം പാടിടും, യേശുവേ പോലെ ആരുമില്ല. അപ്പോൾ അത്തരത്തിൽ ആദ്യമായിട്ടൊരു ഒരു സംഭാവന നൽകാനായിട്ട്, ക്രിസ്ത്യൻ ലോകത്തിൻ്റെ ഒരു സംഭാവന നൽകാനായിട്ട് ഇടവന്നു. അത് ഡി മ്യൂസിക് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് അത് പുറത്തു വന്നത്. ഏകദേശം അനേകം പേരിലേക്കും ക്രിസ്ത്യൻ സമൂഹത്തിലേക്കും അനേക ഇടങ്ങളിലേക്കും എത്താനും അനേകം പേർ അത് ഏറ്റെടുത്ത് പാടാനും ഒക്കെ ഇടവന്നു. നാളിതുവരെയും പലയിടങ്ങളിൽ നിന്നും ആ ഒരു സന്തോഷങ്ങളെ വിളിച്ചറിയിക്കുമ്പോൾ, ആ ഒരു പാട്ടിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ വിളിച്ചറിയിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഒരു നല്ലൊരു ജനസമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ആ പാട്ട് എത്തി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഘടകമായിട്ട് മാറിയിരിക്കുന്നത്. ആ പാട്ട് ചെയ്യുമ്പോൾ ആ പാട്ടിൻ്റെ ഒരു കോറസ് ഭാഗം ഇപ്രകാരമാണ്: എല്ലാ മുട്ടുമടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം യോഗ്യൻ എന്നുള്ളൊരു ഒരു വരി ആ ഒരു കോറസിൻ്റെ ഒരു പാർട്ട് അത് തന്നെയാണ് ഈ പാട്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. സകലരിലേക്കും സകല ദൈവമക്കളിലേക്കും ഈ ഗാനം എത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. സാധാരണ വരികൾ എഴുതി കഴിഞ്ഞതിന് ശേഷമല്ല മിക്കവാറും ഈ മ്യൂസിക് കമ്പോസിങ് ചെയ്യുമ്പോൾ ട്യൂണുകളാണ് മനസ്സിലുണ്ടാകുന്നത്. ആ ട്യൂണുകൾ മനസ്സിലുണ്ടാകുന്ന സമയത്ത് ഉടനെ തന്നെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് റെക്കോർഡ് ചെയ്യും. എത്ര നോയ്സുള്ള സ്ഥലത്തായിരുന്നാലും ഏത് ഇടത്തിലായിരുന്നാലും പെട്ടെന്നത് പോകാതെ അതിനെ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് അതൊരു മനസ്സിൽ തോന്നിയ ഒരു പക്ഷേ മേച്ചല്ലാത്ത പലവിധ വരികളൊക്കെ പാടി അതിനൊന്ന് ഒപ്പിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കും. പിന്നീടാണ് അതിനെ ചിട്ടപ്പെടുത്തി ആ ഒരു ഭംഗിയുള്ള ഒരു വരികളൊക്കെ എഴുതാനായിട്ട് സാധിക്കുന്നത്. ചെറുപ്പം മുതൽ അത്തരത്തിൽ വരികൾ എഴുതിയുള്ള ഒരു അഭിരുചിയൊന്നും ഇല്ല. എങ്കിലും ഈ മ്യൂസിക് ചെയ്തതിന് ശേഷമാണ് വരികളൊക്കെ എഴുതാറുള്ള ഒരു പതിവ്. സർവമുട്ടും മടങ്ങിയിടും, സർവനാമം പാടിടും,
സഭാ ശുശ്രൂഷ രംഗത്തേക്ക് വരാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞത് ഒരുപക്ഷെ എൻ്റെ മാതാപിതാക്കൾ ആരും നേർന്നിട്ടൊന്നുമില്ല. അവർ ചെറുപ്പത്തിലെ ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു കലാവാസന അങ്ങനെ ഒരു അനുഭവമൊന്നുമില്ല. എങ്കിലും കുഞ്ഞുനാൾ തൊട്ടേ സഭയുമായി ബന്ധപ്പെട്ട് ദൈവിക ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ബാലജന സംഘടന മുതൽ സൺഡേ സ്കൂൾ, CUF തുടങ്ങി സഭയുടെ എല്ലാവിധ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുകയും അതിനോടുള്ള ഒരു താല്പര്യം പണ്ടേ ഉണ്ടായിരുന്നു. എല്ലാ കാര്യാദികളൊക്കെ ശുശ്രൂഷപരമായി ദൈവിക ശുശ്രൂഷ ചെയ്യണമെന്നുള്ള ഒരു പണ്ട് തൊട്ടേയുള്ളൊരു ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ടാകുകയും അതിനൊരു ഒരുപാട് അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എൻ്റെ കൊച്ചുനാൾ മുതലേ ഒരു ആഗ്രഹമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ശുശ്രൂഷ എപ്പോഴെങ്കിലും ചെയ്യണമെന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ ജോലിയിലായിരുന്നു കൊണ്ട് ചെയ്യണം എന്നുണ്ട്. ഈ ഒരു ശുശ്രൂഷ രംഗത്തേക്ക് വരണമെന്ന് അത്തരത്തിൽ വിചാരിച്ച ഒരാളല്ല ഞാൻ. ഒരു മിലിറ്ററി മാൻ ആകണമെന്നാണ് മനസ്സിൽ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്തു. 2012 അത്തരത്തിൽ ടെസ്റ്റുകളൊക്കെ പാസ്സാക്കുവാനും ഒരു മിലിറ്ററിയിലേക്ക് പ്രവേശിക്കാനൊക്കെ അതിനൊരു ജോയിൻ ലെറ്ററൊക്കെ കയ്യിലൊക്കെ വാങ്ങാനുള്ളൊരു അവസരം ലഭിച്ചു. അത്തരത്തിലാണ് 2012 ഡിസംബർ മാസം എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ഏകദേശം 6 മാസത്തോളം ഞാൻ ബെഡ് റെസ്റ്റിൽ കടന്നൊരു സമയമുണ്ടായിരുന്നു. ഒരുപക്ഷെ കർത്താവിൻ്റെ സ്നേഹത്തെ ആഴമായി തിരിച്ചറിഞ്ഞത് അത്തരത്തിലുള്ള ഒരവസരത്തിലൂടെയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഞാൻ പഠിച്ചത് കമ്പാഷൻ എന്നുള്ള പറയുന്നൊരു സ്കീം വഴിയാണ്. ഈ കമ്പാഷനിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ ആ ഒരു ആമുഖക്കുറിപ്പ് ഇങ്ങനെയാണ്: മൈ പ്ലാൻ ടുമാറോ എന്ന്. നാളത്തെ എൻ്റെ ഭാവി എന്താകണം എന്നുള്ളതാണ്. അവിടെ എഴുതാനുള്ളൊരു കോളമുണ്ട്. ആ കോളത്തിൽ ഞാൻ എഴുതി വെച്ചത് ഒരു മിലിറ്ററി മാൻ എന്നാണ്, ഒരു പോലീസോ ഒരു മിലിറ്ററി മാനോ എന്നാണ്. എന്നാൽ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു കോളത്തിൽ ഞാൻ എഴുതി വെച്ചത് മിലിറ്ററി മാൻ ആകണം, പക്ഷെ അതിൻ്റെ കൂടെ ദൈവിക ശുശ്രൂഷയും ചെയ്യണമെന്ന്. കുഞ്ഞുനാൾ മുതലേ അത്തരത്തിലാണ് ആ കമ്പാഷനുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയത് ഞാൻ ഇപ്രകാരമാണ്. എന്നാൽ വളർച്ചയുടെ ഘട്ടത്തിലോ പഠനം പൂർത്തിയാക്കിയപ്പോഴോ എനിക്ക് അത്തരത്തിലുള്ളൊരു ആഗ്രഹം കുറയുകയും എങ്ങനെയെങ്കിലും ഒരു ജോലി നേടണം എന്നതായിരുന്നു. അത് വീടിൻ്റെ സാഹചര്യം കൊണ്ടാണ്. വീടിൽ വലുതായ ഒരു സാമ്പത്തിക പശ്ചാത്തലം ഉള്ളൊരു ഭവനമല്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് പെട്ടെന്നൊരു ജോലി സമ്പാദിക്കണമെന്ന് വിചാരിച്ച് അതിലേക്ക് എത്തിപ്പെടുകയും ചെയ്തത്. ഏകദേശം ട്രെയിനിങ്ങിന് പോകാൻ 1 മാസമുള്ളപ്പോഴാണ് എനിക്ക് ഈ ആക്സിഡൻറ്റ് സംഭവിക്കുകയും ആ ആക്സിഡൻറ്റ് കിടക്കയിൽ ഏകദേശം 6 മാസത്തോളം ബെഡ് റെസ്റ്റിലായിരുന്നപ്പോൾ ഈ കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുകയും കൂടുതലായിട്ട് മനസ്സിലാക്കാനൊക്കെ ഇടവന്നത്. അങ്ങനെ ഒരു രാത്രി ഒരു ദൈവശബ്ദം കേൾക്കാനായിട്ട് ഇടവന്നു. ആ ദൈവശബ്ദം ഇങ്ങനെയാണ്: ഏതെങ്കിലും ഒരിടത്ത് ഇരുന്നു കൊണ്ട് എൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ടുന്ന ഒരാളല്ല, മുഴുവനായിട്ട് ദൈവിക ശുശ്രൂഷ ചെയ്യേണ്ടുന്ന ഒരാളാണ് എന്നുള്ളൊരു ശബ്ദം ഞാൻ ആ സമയത്താണ് കൂടുതൽ മനസ്സിലാക്കുകയും അതിന് പ്രകാരമാണ് ദക്ഷിണകേരള മഹായിടവകയിലൂടെ ഒരു ശുശ്രൂഷകനായിട്ട് നാളിതുവരെ പ്രവർത്തിക്കാനും ദൈവം സഹായിച്ചത്. സെമിനാരി പഠനത്തെ പറ്റി പറയുകയാണെങ്കിൽ 2022 വർഷം എൻ്റെ കൂടെ എൻ്റെ ബാച്ചിൽ ഏകദേശം ഒരു 6ഓളം സഹോദരങ്ങൾ ആണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ദക്ഷിണകേരള മഹായിടവകയിൽ നിന്ന് ഈ കോഴ്സിനായിട്ട് കടന്നുപോയത്. വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു. ദൈവിക സന്നിധിയിൽ കൂടുതലായിട്ട് ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കുവാനും അവിടെയുള്ള ദൈവിക പരിജ്ഞാനത്തിൽ വചനപരമായ അടിസ്ഥാനത്തിൽ കൂടുതലൊക്കെ അറിയുവാനും ഒക്കെ ഇടവന്നു. നാളിതുവരെ ചെയ്ത ഒരു ശുശ്രൂഷയല്ല. ഈ സെമിനാരി പഠനത്തിന് ശേഷം കൂടുതലായിട്ട് കർത്താവിൻ്റെ സ്നേഹത്തെയൊക്കെ അറിയാനും വചനപരമായി അടിസ്ഥാനപരമായി അനേക കാര്യാദികളൊക്കെ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. ഒരുപാട് അച്ഛന്മാരും അധ്യാപകരുമൊക്കെ സെമിനാരി പഠനത്തിൽ നമുക്ക് ഒരുപാട് വഴികാട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരു കലാപരമായ കാര്യാദികളൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും അതേറെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഇന്നും ആ ഒരു സപ്പോർട്ടും ആ ഒരു പഠിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യാദികളിലും
തുടർന്നുള്ള ശുശ്രൂഷകളിലും ഇന്നും ഇത്തരത്തിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് ഏറെ മനോഹരമായ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഫ്ലൂട്ട് പഠിക്കാനായിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് പള്ളിയിലെ ഒരു കരോൾ ബാൻഡ് തന്നെയാണ്. കൊച്ചുനാൾ മുതലേ നമ്മുടെ മുതിർന്ന ചേട്ടന്മാരൊക്കെ ഫ്ലൂട്ട് വായിക്കുന്ന കേൾക്കുമ്പോൾ ഭയങ്കര രസമുണ്ട്. അപ്പം അങ്ങനെ ഒരു പാഷൻ കൊണ്ടാണ് ഇത് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞുനാൾ തൊട്ടേ ഈ ചേട്ടന്മാരൊക്കെ ഈ ഫ്ലൂട്ട് വായിക്കുമ്പോൾ ഞങ്ങളൊക്കെ അതൊക്കെ പഠിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അത് അത്തരത്തിൽ സാധിച്ചിട്ടില്ല എങ്കിലും തുടർന്ന് കുറച്ചുകൂടെയൊക്കെ മുതിർന്ന ഒരു സമയമായപ്പോൾ അത് കൂടുതലായിട്ട് കരോൾ ശുശ്രൂഷയിൽ നിന്നാണ് ഈ ഫ്ലൂട്ട് പഠിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ആ ഒരു സംഗതി സാധിച്ചത്. പിന്നീട് അത് ഒരുപക്ഷെ കൂടുതലായിട്ട് ആ ഒരു സംഗീതത്തിൻ്റെ ആ മാധുര്യം അറിഞ്ഞപ്പോൾ കൂടുതലായിട്ടൊക്കെ പഠിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രകാരത്തിൽ പ്രത്യേകിച്ച് ഒരു അധ്യാപകൻ്റെ കീഴിൽ പഠിച്ചിട്ടില്ല എങ്കിലും ഫ്ലൂട്ട് കേട്ട് നോട്ട്സൊക്കെ സംഘടിപ്പിച്ച് അതിന് പ്രകാരമാണ് സ്വന്തമായിട്ട് തന്നെയാണ് അത് വായിക്കാനും അത് പരിശീലിപ്പിക്കാനൊക്കെ ഇടവന്നത്. ഒരു ആരാധന എന്നതുപോലെ തന്നെ ആരാധനയിൽ ഒരു വചനപ്രഘോഷണത്തിന് എത്രത്തോളം ഒരു പ്രാധാന്യം ഉണ്ടോ അത്തരത്തിൽ തന്നെ സംഗീതത്തിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. സംഗീതത്തിന് മാത്രമല്ല, കൊയറിനായിക്കൊള്ളട്ടെ, അത് ഇൻസ്ട്രുമെൻസിനായിക്കോട്ടെ, ഏത് അനുഭവത്തിലായിരുന്നാലും കൊയറിന് അല്ലെങ്കിൽ ആരാധനയ്ക്ക് ഏറ്റവും മാറ്റുകൂട്ടുന്നത് കൊയർ തന്നെയാണ്, അത് സംഗീതം തന്നെയാണ്, അത് വർഷിപ്പ് ലീഡേഴ്സ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ എനിക്കും അതിൻ്റെ ഭാഗമാകുവാൻ കുഞ്ഞുനാൾ മുതലേ കഴിഞ്ഞിട്ടുണ്ട്. പഠിക്കുന്ന കാലഘട്ടത്തിലായിരുന്നാലും ആർട്സ് കോമ്പറ്റീഷനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യാദികളൊക്കെ പങ്കെടുക്കാനും അതിലൂടെയൊക്കെ സമ്മാനങ്ങളൊക്കെ നേടുവാനൊക്കെ ഇടവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രചോദനം തന്നെയാണ് സഭയുടെ ശുശ്രൂഷയുടെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ആരാധനയ്ക്ക് ഏറ്റവും ഒരു അനുഗ്രഹമായി മാറുന്നത് കൊയർ തന്നെയാണ്. സംഗീതത്തിൻ്റെ ഒരു വലിയൊരു മാധുര്യം തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് സഭാ ശുശ്രൂഷ രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്ന സഭയെന്ന് പറയുന്നത് വീരണകാവ് ഡിസ്ട്രിക്റ്റിലെ കനാൻ ഹിൽ എന്ന് പറയുന്നൊരു ഇടവകയാണ്. വളരെ കുഞ്ഞു സഭയാണ്. ഞാൻ പോകുന്ന സമയത്ത് ഒരു ഷെഡിലായിരുന്നു ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. വളരെ കുറച്ച് ആളുകൾ ഉണ്ട് എങ്കിൽ തന്നെയും അവരുടെ ഒരു പ്രചോദനവും സപ്പോർട്ടും അതൊരു വലിയൊരു ഘടകമായിട്ട് ശുശ്രൂഷയിൽ പ്രതിഫലിപ്പിക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട്. ഏത് പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, ഏത് ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധങ്ങളായിക്കൊള്ളട്ടെ, വലിയൊരു കുഞ്ഞ് വിഭാഗമാണെങ്കിൽ കുറച്ച് പേരെ ആ സഭയുമായി ബന്ധപ്പെട്ടുണ്ട് എങ്കിലും ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാനും അവരുടെ ഒരു സഹായകവും സപ്പോർട്ടും കൊണ്ട് അനേക കാര്യാദികളെ ചുരുക്ക നാളുകൾ കൊണ്ട് സഭയിൽ അച്ചീവ് ചെയ്യാനായിട്ടും ഇടവന്നിട്ടുണ്ട്. ഞാൻ ഏത് സഭയിൽ ശുശ്രൂഷ ചെയ്താലും ഒരുപക്ഷെ കൂടുതൽ ബന്ധമുള്ളത് അവിടുത്തെ യുവാക്കൾ തന്നെയാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭ്യമാകാത്ത ചില സംഗതികളുണ്ട്. ജീവിതത്തിൻ്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലും ഒരു യുവാവെന്ന നിലയിൽ പല കാര്യാദികളെയും നേടാനായി സാധിച്ചിരുന്നില്ല. അത്തരത്തിലൊരു സപ്പോർട്ടും അത്തരത്തിലുള്ളൊരു സഹായകമൊന്നും ആരും ചെയ്തിരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ പ്രായത്തിലൂടെ കടന്നുപോയ യുവാക്കളെ കാണുമ്പോൾ എനിക്ക് അത്തരം ഒരു ആവശ്യമാണ്. അപ്പോൾ അവർക്ക് എന്നാൽ കഴിയുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, അവർക്ക് ഈ ലോകത്തിൻ്റെ ശരിതെറ്റുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ദൈവിക ശുശ്രൂഷയിൽ എന്താണ് അതിൻ്റെ വലിയൊരു പങ്ക് എന്ന് മനസ്സിലാക്കി കൊടുക്കുക, എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരുടെ കഴിവുകളെ താലന്തുകളെ പ്രോത്സാഹിപ്പിക്കുക,
എന്നത് ഞാൻ ഏത് ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിരുന്നാലും അതെൻ്റെ ഒരു ഹരമായിട്ട് തന്നെ ഞാൻ കാണുന്നൊരു സംഗതിയാണ്. അപ്പോൾ അവരുടെ പ്രൊമോട്ട് ചെയ്യുക, അവരെ ദൈവിക ശുശ്രൂഷയിലും വ്യക്തിപരമായവരുടെ ജീവിതത്തിലും നല്ലൊരു മൂല്യമുള്ള യുവതലമുറയാക്കി വളർത്തിയെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശുശ്രൂഷയുടെ ഒരു ഭാഗമായിട്ട് ഞാൻ കാണുന്നു, ഞാൻ മനസ്സിലാക്കും. ഞാൻ ഈ ശുശ്രൂഷ രംഗത്ത് തുടങ്ങുന്ന സമയത്ത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ, സാക്ഷ്യത്തിലുള്ളതുപോലെ, ഒരു ശുശ്രൂഷ രംഗത്തേക്ക് വരണമെന്ന് ആദ്യം മുതൽ ചെറുപ്പം മുതൽ ആഗ്രഹിച്ച ഒരാളല്ല. അപ്പോൾ വീടിൻ്റെ ഒരു സാഹചര്യം കൊണ്ട്, കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം കൊണ്ട് ഒരു ജോലി നേടുക എന്നുള്ളതായിരുന്നു ആദ്യമായിട്ടുള്ളൊരു ഘടകമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവശബ്ദം, എനിക്കുണ്ടായ ഒരു മാറ്റം ഞാൻ ഭവനത്തിലുള്ള കുടുംബാംഗങ്ങളോടൊക്കെ പറയുമ്പോൾ, ഒരുപക്ഷെ സഭയുമായിട്ട് ഏറ്റവും അധികമായിട്ട് എൻ്റെ മാതൃസഭയുമായിട്ട് ഏറ്റവും അധികമായിട്ട് പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് നിൽക്കുന്നത് എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം അവർ തന്നെയാണ്. എങ്കിലും ഞാൻ ഇത്തരത്തിലുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആദ്യമൊന്നും അത്തരത്തിൽ ഒരു സംശയം തോന്നുന്ന തരത്തിൽ, ഒരു ആകുലത തോന്നുന്ന തരത്തിൽ അവരൊക്കെ ഒരു പ്രകടിപ്പിച്ചിരുന്നു. എങ്ങനെ അത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും, എങ്ങനെ അത് അച്ചീവ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുമെന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും വലിയ തടസ്സങ്ങളൊന്നും പറയാതെ തന്നെ ദൈവികമായ ഈ ശബ്ദത്തിന് ചെവി കൊടുത്തുകൊണ്ട് ആ ഒരു തീരുമാനത്തിൽ ഞാൻ മുന്നോട്ട് പോയപ്പോൾ വളരെയധികമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും, ഫാമിലി തന്നെയാണ്, അവരുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അനേക കാര്യാദികളെ അച്ചീവ് ചെയ്യാനായിട്ടും സാധിച്ചത്. തുടർന്ന് മാത്രമല്ല, ഈ കലാപരമായ ഈ സംഗീതവാസന ഉള്ളതുകൊണ്ട് തന്നെയും ഇൻസ്ട്രുമെൻറ്റ്സ് പരമായ ഈ കലാപരമായ ഈ കാര്യാദികളൊക്കെ വായിക്കുന്നു എന്നതുകൊണ്ട് തന്നെയും അനേക പ്രോഗ്രാമുകളൊക്കെ ലഭിക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട്. ഇപ്പോഴും ദൈവകൃപയാൽ നല്ല പ്രോഗ്രാമുകളൊക്കെ ചെയ്യുവാനും, മ്യൂസിക് കമ്പോസ് ചെയ്യാനും, അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ പോയിട്ട് ദൈവവചനം സംസാരിക്കാനും, മ്യൂസിക് അല്ലെങ്കിൽ കൊയർ പഠിപ്പിക്കാനും, ഇൻസ്ട്രുമെൻറ്റ്സ് പഠിപ്പിക്കാനും ഒക്കെ ഇടവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യമായ ഒരു ഘടന, സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. പക്ഷേ നമ്മുടെ ശുശ്രൂഷ രംഗത്ത് ഈ കാര്യാദികളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട്, നേടാനായിട്ട് സാധിച്ചുകൊണ്ട് എന്നും ഒരു പ്രചോദനം തന്നെയാണ്, എന്നും ഒരു സഹായം തന്നെയാണ്. ഇന്നും വളരെ റെസ്റ്റില്ലാത്ത ഒരു അനുഭവത്തിലൂടെ ശുശ്രൂഷ ചെയ്യാനും, ഈ പ്രോഗ്രാമുകളൊക്കെ അല്ലെങ്കിൽ ഒരു പക്ഷേ പോയി പാടാനും, ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ വായിക്കാനും കഴിഞ്ഞു എന്നുള്ളത് തന്നെ അതൊരു വലിയൊരു ദൈവകൃപയായിട്ട് ഞാൻ കാണുന്നു, ഞാൻ മനസ്സിലാക്കും. തുടർന്നുള്ള ജീവിതമെന്ന് പറഞ്ഞാൽ ശുശ്രൂഷ രംഗത്ത് ഒന്നും തന്നെ ആയി എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. ദൈവനാമത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. പഠനമായിട്ട് ഇനിയും അധികം ഉപരിപഠനത്തിലൂടെ ശുശ്രൂഷ രംഗത്ത് അനേക നന്മകളെ ചെയ്യുവാൻ, ശുശ്രൂഷ ചെയ്യുവാനൊക്കെ ആഗ്രഹമുണ്ട്. ഒരു ഉപരിപഠനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ കലാപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു മ്യൂസിക് ആൽബം ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ എൻ്റെ മ്യൂസിക് ആൽബം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പണിപ്പുരയിലാണ്. വൈകാതെ തന്നെ അതിൻ്റെ ഒരു റിലീസിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലുണ്ട്. തുടർന്നുള്ളൊരു ഭാവി ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ ദൈവിക ശുശ്രൂഷയിൽ അനേക കാര്യാദികളെ ഇനി പഠിക്കാനുണ്ട്. അത് സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കാര്യങ്ങൾ പുറമേ നിന്ന് മനസ്സിലാക്കുന്നു എന്നതിലല്ല, അനേക കാര്യാദികൾ ഒരുപക്ഷെ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഇൻസ്ട്രുമെൻറ്റ്സ് ആയിക്കൊള്ളട്ടെ, മ്യൂസിക് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ശുശ്രൂഷ രംഗത്തുള്ള മറ്റ് അറിവുകളായിക്കൊള്ളട്ടെ, അപ്പോൾ ഇതൊക്കെയും അധികമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക എന്നതാണ് തുടർന്നുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. തിരുമുൻപിൽ മാത്രം ഞാൻ വന്നിടുന്നു, തിരുശബ്ദം മാത്രം ഞാൻ കേട്ടിടുന്നു.
തിരുമുൻപിൽ മാത്രം ഞാൻ വന്നിടുന്നു. തിരുശബ്ദം മാത്രം ഞാൻ കേട്ടിടുന്നു. ആഴിയിൽ നടന്നവനെ, അഗ്നിയിൽ ഇറങ്ങിയോനെ, ആഴിയിൽ നടന്നവനെ, അഗ്നിയിൽ ഇറങ്ങിയോനെ, ആരാധ്യനേ